അത്രയ്ക്ക് നല്ലവള എന്റെ ചേച്ചി. സ്വന്തം അമ്മയെ പോലെ എന്നെ നോക്കിയിരുന്നത്. ആ ചേച്ചിയുടെ അനിയത്തിയായി ജനിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. പക്ഷെ ചേച്ചിയെ നഷ്ടപ്പെട്ടതോടെ അതും നഷ്ടപ്പെട്ടു. എന്റെ ചേച്ചി മരിച്ചു പോയെന്ന് ഇന്ന് വരെ ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ ചേച്ചി എന്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാ. എന്റെ കൺവെട്ടത്ത് എവിടെയോ തന്നെയുണ്ട്. ശരിയാണ് ചാരു, ഞാൻ നിന്റെ ചേച്ചിയാ. നിന്റെ കൺവെട്ടത്ത് തന്നെയുണ്ട്. പക്ഷെ എന്ത് പറയാനാ, നിന്റെ ചേച്ചിയാണെന്ന് തുറന്നു പറയാനുള്ള അവസ്ഥയില്ല. വിഷമിക്കാതിരിക്കെ. ചേച്ചി കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് നല്ലത് മാത്രമേ വരൂ. എവിടെയെങ്കിലും ഇരുന്ന് നിന്നെ അവര് സഹായിക്കുന്നുണ്ടായിരിക്കും. നിങ്ങള് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങളുടെ മുഖം ഒന്ന് എന്നെ കാണിക്കാവോ? അതെന്തിനാ മുഖം കാണുന്നേ? നിങ്ങൾ എന്നെ ഹഗ് ചെയ്തപ്പോ എന്റെ ചേച്ചി എന്നെ തൊടുന്നത് പോലെ തോന്നിയിരുന്നു. എന്റെ ചേച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹം നിങ്ങളിലും ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടായി. എനിക്കൊന്ന് നിങ്ങളുടെ മുഖം കാണിച്ചു തരൂ പ്ലീസ് മാഡം. അയ്യോ ക്ഷമിക്കണം, ഞാൻ എന്റെ മുഖം മറ്റാരെയും കാണിക്കാൻ പാടില്ല. അത് ഞങ്ങളുടെ ആചാരം. സാരമില്ല. ശരി, നീ ഇവിടെ ഇരിക്കെ. ഞാൻ നിനക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി തരാം. അതും കുടിച്ച് പഴയതൊക്കെ മറന്ന് സമാധാനമായിട്ട് ഇരിക്കാം. ഓക്കെ? എങ്ങനെയെങ്കിലും എന്റെ ചാരുവിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണം. ചാരുവും വിവേകും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കണം. ഇനിയെങ്കിലും എന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം എനിക്ക്. മഞ്ജരി, ഇതിന്റെ പുറകിലൊക്കെ നമ്മൾ ഇത്രയും പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആന്റി, നമ്മൾ മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറി മറിയുക. പിന്നെ നമ്മുടെ ഈ കഷ്ടപ്പാടെല്ലാം നാളെ ഒരു നാൾ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കില്ലെന്ന് ആരറിഞ്ഞു? ധൈര്യമായിട്ടിരിക്കും ആന്റി. ആന്റി വന്നേ. നമസ്കാരം മാഡം. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ മിഥുൻ നന്ദന്റെ ചെറിയമ്മയാ. ഓ, വരൂ, അകത്തേക്ക് വരൂ. അവിടെ ഇരുന്നോളൂ. അമ്മേ, ഇവരൊക്കെ മിഥുൻ നന്ദന്റെ കുടുംബക്കാരാ അർജുൻ. രണ്ടുപേരും ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. എന്താ നിങ്ങൾ ഈ വഴിക്കൊക്കെ? കാര്യമുണ്ട്. ഈയിടെയായിട്ട് ചക്കയോടൊപ്പം നിങ്ങളുടെ ചിക്കുവും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ അവൻ ഞങ്ങളുമായിട്ട് ഒത്തിരി അടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി പോയപ്പോ ഒന്ന് അവനെ കയറി കണ്ടിട്ട് പോവാന്ന് കരുതി. ചിക്കു ഇവിടെ ഇല്ല, സ്കൂളിൽ പോയിരിക്കുക. ഓ, അപ്പൊ ചിക്കുവിന്റെ അമ്മ ഉണ്ടാവുമല്ലോ, അവരെ കണ്ടാലും മതി. ചിക്കുവിന്റെ അമ്മയാ ചിക്കുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയത്. ഫാദേഴ്സ് ഡേ അന്ന് സ്കൂളിൽ ചിക്കുവിനൊപ്പം ഞാൻ അവരെ കണ്ടിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും അവരെ കാണാൻ ഒത്തില്ലല്ലോ. അല്ല, ചിക്കുവിന്റെ അമ്മയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ അല്ലേ? ചോദിക്കാനുള്ളത് നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മൂന്നാറിലെ എസ്റ്റേറ്റില് ഒരു സ്ത്രീ ജോലി ചെയ്തിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് അവര് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്ന് ഭാസ്കർ പറഞ്ഞ് ഞങ്ങൾ അറിയുകയുണ്ടായി. അവരിപ്പോ എവിടെയുണ്ടാവും? എന്തെങ്കിലും വിവരം? നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന്. ഇവിടെയുള്ള ഒരാൾക്ക് പോലും എന്നെ പരിചയപ്പെടുത്തരുതെന്ന്. അവരെ കുറിച്ച് നിങ്ങൾ എന്തിനാ അറിയുന്നത്?
എന്ന് ചോദിച്ചാ അവരോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യമാണ് പറയാനുള്ളത്? ആ, അതെന്താന്ന് വെച്ചാ അവരുടെ മോള് എന്താ പറഞ്ഞു ഒന്ന്? അവരുടെ മോളെന്നോ? കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അതായത് അവർക്ക് ജനിച്ചത് മകനാണോ മകളാണോ എന്ന് ചോദിച്ചതാ. ആ പാവം സ്ത്രീ അന്നേ ഞങ്ങളോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയാ ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം. അങ്ങനെയൊന്നും അറിയാത്തോണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ ആ സ്ത്രീ ആരാണ്? അവരെവിടെ നിന്നാണ് വന്നത്? മൂന്നാറിൽ എസ്റ്റേറ്റിലേക്ക് വരും മുമ്പ് അവരെവിടെയായിരുന്നു? ആ, അതിനു മുമ്പത്തെ കാര്യത്തെ പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം എന്താ അവർക്ക് പറ്റിയതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ. അതറിയുന്നതിന് മുൻപ് അവരെവിടുന്നാ വന്നേന്നൊന്ന് അറിയണം. എന്നാലേ അവരിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയാൻ സാധിക്കും. എല്ലാവരെയും പോലെ സ്വന്തക്കാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ജന്മനാടും സുഹൃത്തുക്കളും ഒക്കെ അവർക്കുണ്ടാവുമല്ലോ. അവള് തിരിച്ചുപോയത് അവിടേക്ക് തന്നെ ആണെങ്കിലും. ഇയാളിപ്പോ കാര്യം നേരെ തിരിച്ചിട്ടല്ലോ. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞാ പോരെ ഇയാൾക്ക്. മേഘനയെ കുറിച്ചെല്ലാം അറിഞ്ഞോണ്ടൊന്നും പറയാത്തതാണോ അതോ ഇയാള് ഞങ്ങളെ കളിയാക്കുകയാണോ? അയ്യോ, നല്ലോണം കൊണ്ടെന്ന് തോന്നല്ലോ. വേദനിക്കുന്നുണ്ടോ? ഓയിന്റ്മെന്റ് എടുത്തോണ്ട് വരട്ടെ? അതൊന്നും വേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചാരുവിടെ ഇരുന്നോ. കുടിക്ക. നിങ്ങളും ഇരിക്കും. അതങ്ങ് കുടിക്കേ. എങ്ങനെയുണ്ട്? എന്താ പറ്റിയത്? നിങ്ങളുടെ ഹഗ് മാത്രമല്ല, നിങ്ങളെ ഉണ്ടാക്കി തന്ന ചായയും എന്റെ ചേച്ചി ഉണ്ടാക്കിയതുപോലെ തന്നെയുണ്ട്. നല്ല സ്വാദ്. നന്ദി മോളെ. ചരു, നമ്മൾ ഇതിനു മുൻപ് മറ്റൊരിടത്തും വെച്ച് കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അതെവിടെ വെച്ചാ? മുൻപൊരിക്കൽ നിങ്ങളുടെ അമ്മായിയമ്മയെ കാണാൻ മെഹന്തിയുടെ ഡിസൈൻസുമായിട്ട് ഞാൻ വന്നിരുന്നു. അപ്പോഴാ ആദ്യമായിട്ട് കാണുന്നത്. ഓ, അത് നിങ്ങളായിരുന്നല്ലേ? അതെ. മിഥുനേട്ടാ, വാ മിഥുനേട്ടാ, ഇരിക്ക്. ഈ സ്ത്രീ ആരാ? ആ, അന്നൊരു ദിവസം മെഹന്തി ഡിസൈനുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നവരല്ലേ? അവര് തന്നെയല്ലേ? അതെ മിഥുനേട്ടാ, ഇവരാ അത്. നിങ്ങളുടെ പേര്? സഹിറ ബീഗം. ഓക്കെ. ചാരു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ മിഥുനേട്ടാ. അതെ ചാരു, നീയും വിവേകും ഇനി എത്ര നാളെന്ന് വെച്ച് എങ്ങനെ നടക്കുക? കളപറിക്കാത്ത പാടം പോലെ ഈ പ്രണയം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഈ പ്രണയം കതിർമണ്ഡപം വരെ എത്തണമെങ്കിൽ തടസ്സം നിൽക്കുന്ന ചില മനുഷ്യ മതിലുകളെ കടന്നു വരാനുള്ള ധൈര്യം ഉണ്ടാവണം. വിവേക് എന്നോട് പറഞ്ഞത് അവൻ എന്തും നേരിടാൻ തയ്യാറാണെന്ന്. നീയാ ഇപ്പൊ അവനെ പിന്തിരിപ്പിച്ചോണ്ടിരിക്കുന്നേ. അങ്ങനെ ചോദിച്ചാ മിഥുനേട്ടാ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ട് അതെന്റെ ചേച്ചിക്ക് പേരുദോഷം ഉണ്ടാക്കിയാലോ? എന്റെ ഒരു ചെറിയ ചുവട് പിഴയ്ക്കുകയാണെങ്കിൽ എന്റെ ചേച്ചിയാണ് ആ പഴി ഏൽക്കേണ്ടി വരിക. അതുകൊണ്ടാ എന്റെ കല്യാണത്തിന്റെ പേരിൽ ആരെയും വെറുപ്പിക്കാനാവാത്തത്. വാട്ട് ഈസ് ദിസ് ചാരു? നിന്റെ ചേച്ചി നമ്മളെല്ലാം ഇവിടെ നിന്ന് ചതിച്ചിട്ടാ പോയെന്നറിയാലോ. അവള് കാരണം എന്തൊക്കെ എല്ലാരും അനുഭവിക്കേണ്ടി വന്നു അറിയാലോ. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞു പോയാ അവൾക്ക് വേണ്ടി എന്തിനാ ജീവിതം കളയുന്നേ? അവൾ ഇറങ്ങിപ്പോയതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അപ്പൊ പിന്നെ നീ എന്തിനാ എങ്ങനെയൊക്കെ കാണിക്കുന്നേ? മിഥുനേട്ടാ, പ്ലീസ്, ചേച്ചിയെ കുറിച്ച് തെറ്റായിട്ടൊന്നും പറയല്ലേ. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയൂ ചാരു. എന്തായാലും ചേച്ചിയെ കുറിച്ച് ചിന്തിച്ച് സ്വന്തം ജീവിതം വെറുതെ കളയാൻ നോക്കണ്ട. സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ സ്വന്തം കാര്യം നോക്കി പോയ ചേച്ചിയെ ഓർത്ത് നീ വെറുതെ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കണ്ട. ഞാൻ പറയുന്നത് നീ എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കണം.
പിന്നെ പ്രിയമ്പത ചെറിയമ്മയെ ഈ കല്യാണം കഴിഞ്ഞിട്ടായാലും കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വേണമെങ്കിൽ ഇതിന് ചെറിയമ്മയുടെ കാല് പിടിക്കണമെങ്കിൽ പിടിക്കാം. അതൊന്നും വേണ്ട മിഥുനേട്ടാ. എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടിയാ അത് പിന്നീട് പലരുടെയും ജീവിതം തകർത്തു കളഞ്ഞേക്കും. അതാ എന്റെ പേടി. ഒരാവേശത്തിൽ എല്ലാം മറന്ന് എടുത്തു ചാടിയ പിന്നീടുള്ള ജീവിതത്തിൽ അതെന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഓർക്കാൻ പോലും വയ്യ. ചാരു, നിന്റെ പേടിയൊക്കെ അസ്ഥാനത്തുള്ളതാ. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കാൻ ഞാൻ അവിടെ ഉണ്ടല്ലോ. വെറുതെ ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നീ ഇപ്പൊ നിന്റെ ജീവിതം മാത്രമല്ല, എന്റെ അനിയൻ വിവേകിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കുന്നേ. മിഥുനേട്ടൻ എന്നെ ഇത്രയേറെ വെറുക്കുന്നത് കണ്ട് വിഷമിക്കണോ? ചാരുവിന്റെ കല്യാണ കാര്യത്തിൽ ഇത്രയേറെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഓർത്ത് സന്തോഷിക്കണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തിടത്ത് മിഥുനേട്ടനെങ്കിലും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തീരുമാനിക്കാനും കൂടെയുണ്ടല്ലോ. ഏട്ടൻ എന്നെ എത്രമാത്രം വെറുത്താലും എനിക്കിത് മതി മിഥുനേട്ടാ. പിന്നെ ചാരു, നമുക്ക് എല്ലാ കാലത്തും എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിന്നാ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. നിന്റെ ജീവിതമാണ് നിനക്ക് പ്രധാനം. നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഞാൻ തൽക്കാലം ഇറങ്ങാം. ആയിക്കോട്ടെ മിഥുനേട്ടാ. എന്നാ പിന്നെ ഞാനും കൂടി ഇറങ്ങിക്കോട്ടെ ചാരു. ഉം. മാഡത്തിന് എങ്ങോട്ടേക്കാ പോണ്ടേ? എയർപോർട്ട് റോഡിലേക്കാ. മിഥുനേട്ടാ, ആ? എയർപോർട്ട് വഴിയല്ലേ മിഥുനേട്ടൻ ഓഫീസിലേക്ക് പോകുന്നത്? അതെ ചാരു. എന്നാ പോകുന്ന വഴിക്ക് ഈ സൈറ ബേഗത്തിനെ ഒന്ന് അവിടെ ഇറക്കി വിട്ടിട്ട് Why പോകും. not? Sure. അവരും പോകുന്നുണ്ടേ. അത് വേണ്ട ചാരു. ഞാനിവിടുന്ന് ഒരു ബസ് പിടിച്ചു പോക്കോളാം. ആള് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? കാലിന് നല്ല വേദനയുണ്ടെന്നല്ല പറഞ്ഞ്. മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് കാല് നിലത്ത് വെക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് ബസ് സ്റ്റാൻഡ് വരെ നടന്നെത്തുക പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടല്ല ചാരു. എന്നോടിപ്പോ നിങ്ങൾ ഒന്നും പറയണ്ട. മിഥുനേട്ടൻ കൊണ്ടാക്കും. ഏട്ടാ വന്നേ. One second. ഓക്കെ. ഞാൻ ദേ ഇറങ്ങി. സൂക്ഷിച്ച് ഇപ്പൊ തന്നെ കാല് എത്തും. നോക്കോ. അയ്യോ വേണ്ടായിരുന്നു ചാരു. ഞാൻ അതിനെപ്പറ്റി എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ വന്ന് പൊക്കോളായിരുന്നല്ലോ. സംസാരിക്കാം. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. സൈറ മാഡം കാറി കയറ്. അയ്യോ വേണ്ട ചാരു. കേറ് മാഡം, കേറിയിരിക്കെ. ചാരു, ഞാനെന്നാ പോവാ. പോയിട്ട് വന്നോളൂ മിഥുനേട്ടാ. ബൈ. ബൈ. ബൈ മാഡം. ബൈ. ആ സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കണ്ട. ശരി സർ. എന്ത് പറ്റി സർ? സാറെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയുടെ വെറുതെ എന്തിനാ ആ മേഘനയുടെ കാര്യം പറഞ്ഞ് എൻ്റെ മൂഡ് ഞാൻ കളയുന്നേ. സാറെന്തോ പറയാൻ തുടങ്ങിയായിരുന്നു. ഒന്നുമില്ല. നിങ്ങൾ ആ സീറ്റ് ബെൽറ്റ് ശരിക്കും ഇടൂ. ആ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്ന പെണ്ണ് വീണ്ടും പോവുകയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊന്നും ചോദിച്ചില്ലേ? ഒരാള് പോവാണെന്ന് പറയുമ്പോ അവരെ തടഞ്ഞു നിർത്താൻ ഞാൻ അവരുടെ ആരാ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. മതി. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. മേഘനയെ കുറിച്ച് ഇയാൾ ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. കണ്ടില്ലേ അയാള് നമ്മളെന്തോ സംശയിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ശരിയാണ് മഞ്ജരി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മേഘനയുടെ മകളെ കുറിച്ച് പറഞ്ഞപ്പോ ആന്റി എന്തിനു സ്റ്റോപ്പ് ചെയ്തേ? അയ്യോ മഞ്ജരി, ഇനി നാളെ എപ്പോഴെങ്കിലും ശരിക്കും ആ ഭാസ്കരന്റെ അനിയത്തി അയാളെ കാണാൻ തിരിച്ചെത്തിയെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ അർജുൻ വെറുതെ ഇരിക്കുന്ന തോന്നുന്നുണ്ടോ? അവളുടെ മോള് നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കില്ലേ? എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണേന്ന് ആ പെണ്ണ് നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. മിഥുനെയും ചക്കയും തമ്മിൽ വേർപ്പെടുത്തിയ അരുണിമേച്ചി ആദ്യം നിന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു ആന്റി.
എന്നെ രക്ഷിച്ചതിന് നന്ദി കേട്ടോ. നിന്നെ നേർവഴിയിലൂടെ നയിക്കാൻ വേണ്ടി മാത്രമല്ലേ മഞ്ജരി ഞാൻ ഇപ്പോഴും നിന്റെ നിഴല് പോലെ ഇങ്ങനെ നടക്കുന്നത്. അതൊക്കെ അവിടെ നിക്കട്ടെ ആന്റി. ആ അർജുൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അതോ ഇനി അയാളും വല്ലതും ഒളിപ്പിക്കുന്നുണ്ടോ? നമ്മൾ അയാളുടെ വായിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാൻ പോയതാ. പക്ഷെ അയാള് നമ്മുടെ വായിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് പരിശ്രമിക്കായിരുന്നു. രഹസ്യം എന്തായാലും കൊള്ളാം. നാളെ അത് വെളിച്ചത്ത് വന്നല്ലേ പറ്റൂ ആന്റി. ഹും. ശരി എന്നാ നമുക്ക് പോവാം. എന്ത് പറ്റി മഞ്ജരി? ആ, ഇത്രയും ദൂരം വന്നിട്ട് ചിക്കുവിന്റെ അമ്മയും കൂടെ കണ്ടിട്ട് പോയിരുന്നെങ്കിൽ വന്നതിനൊരു പ്രയോജനം ഉണ്ടായേനെ. മഞ്ജരി, മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണിനെല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റൂ. ഇങ്ങനെ എല്ലാവരെയും സംശയിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഇത് വെറും സംശയമൊന്നുമല്ല. കുറെ കാലായില്ലേ അവരിങ്ങനെ ഒളിച്ചിരിക്കുന്നേ. ഒന്ന് കണ്ടാ കൊള്ളാനുണ്ട്. ആന്റി, ഞങ്ങൾക്കൊന്ന് ചിക്കുവിന്റെ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിക്കൂ. അതിനെന്താ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആന്റി കൊണ്ടുവന്നിട്ടുണ്ടോ? എവിടെയാന്ന് കാണിച്ച്. നിങ്ങളോടൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്നും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ പരിചയപ്പെടുത്തരുതെന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ കൊടുത്ത ഒരു ഫോട്ടോ കാരണം എന്നെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അറിഞ്ഞോ എന്തോ. മേഘയുടെ അനുവാദമില്ലാതെ അവളെക്കുറിച്ച് അയാളോട് പറയുന്നത് ശരിയല്ലാന്ന് എന്റെ മനസ്സിൽ തോന്നി. ആന്റി എന്തു പറ്റി? ഇത് ചിക്കുവിന്റെ ഫോട്ടോയാ മോളെ. അവന്റെ അമ്മയുടെ ഫോട്ടോ അവിടെ ഇല്ലായിരുന്നു. അടുത്ത വട്ടം നിങ്ങൾ വരുമ്പോ ഞാൻ അത് നോക്കി എടുത്തു വെച്ചേക്കാം. മഞ്ജരി, ഫോട്ടോ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? വാ നമുക്ക് പോവാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നോക്കി നീ കണ്ട് വാടി. വല്ല ബുദ്ധിമോശവും കാണിച്ചിരുന്നെങ്കിൽ അർജുന്റെയും മേഘയുടെയും വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നേനെ. നിങ്ങൾക്ക് ചാരുമായിട്ട് എന്താ ബന്ധം? അവിടെ നിങ്ങൾ എന്ത് കാര്യത്തിന് വന്നത്? ഞാൻ നിങ്ങളോട് ചോദിച്ചേ അവിടെ എന്തിനാ വന്നേന്ന്. ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടി ആ വഴിക്ക് പോയതാ. അവിടെ വെച്ച് ചാരുവിനെ കണ്ടപ്പോ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളത് പോലെ എനിക്ക് തോന്നി. ചോദിച്ചപ്പോ അവള് കാര്യം എന്നോട് പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് സമാധാനിപ്പിക്കാന്ന് കരുതി. അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടല്ലേ? ഒരാളെ സമാധാനിപ്പിക്കാൻ ബന്ധം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. മനസ്സുണ്ടായാൽ മാത്രം മതിയാവും. ചാരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുട്ടിയാ. അതും പോരാഞ്ഞിട്ടാ ഇത്രയും വലിയ സങ്കടവും ചുമന്നുകൊണ്ട് ആ കുട്ടി നടക്കുന്നെ. ഒറ്റപ്പെടലിന്റെ വേദന എന്താന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ആരും ഇല്ലെന്ന് തോന്നുമ്പോ ജീവിതത്തോട് പോലും വെറുപ്പാവും. അത് നമ്മളെ കൊണ്ട് അരുതാത്തതെല്ലാം ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് ആരെങ്കിലും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വേദനിക്കുന്ന മനസ്സിനൊരു ആശ്വാസം കിട്ടും. അപ്പൊ പിന്നെ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ അടുപ്പമില്ലല്ലോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. അവളുടെ പ്രശ്നങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തേലും മാർഗം കണ്ടെത്താനാവോന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതാ ഞാൻ ആ വീട്ടിൽ കയറി കുറച്ചു നേരം ഇരുന്നേ. അതെന്തായാലും ചാരുവിന് ഈ സമയത്ത് ഇങ്ങനെ ഒരു കൂട്ട് കിട്ടിയത് വളരെ നന്നായി. അവളുടെ ചേച്ചി മാത്രമായിരുന്നു അവളുടെ ലോകം. ഇപ്പൊ അവളുടെ ജീവിതം തകർക്കുന്നതും ആ ചേച്ചിയോടുള്ള സ്നേഹം തന്നെയാ. അതുകൊണ്ടാ
ശരിക്കും ചാരുവിന് ഈ സന്ദർഭത്തിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തെ. വിവേകന്റെ കാര്യത്തില് അവളീ കാണിക്കുന്നത് മണ്ടത്തരാന്ന് ഞാൻ പറയൂ. ചോദിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത്. ചാരുവിന്റെ ചേച്ചിയോട് നിങ്ങൾക്ക് എന്തിനാ ഇത്രയേറെ ദേഷ്യവും വെറുപ്പും ഒക്കെ? ഇതങ്ങനെ വെറുപ്പും ദേഷ്യവും മാത്രമല്ല മാഡം. അവളുടെ ആ ചേച്ചി എന്റെ ശത്രുവാ. അവളുടെ ചേച്ചി ശരിക്കും ഒരു സ്വാർത്ഥിയായിരുന്നു. അവളോട് അടുക്കുന്നവരെല്ലാം അവൾ തകർത്ത് കളയും. എന്തായാലും എന്റെ ജീവിതത്തിൽ നിന്ന് അവൾ